فيصيب به من يشاء ويصرفه عمن يشاء يكاد سنا برقه يذهب بالأبصار. ആദരണീയരായ സഹോദരങ്ങളെ, സൃഷ്ടാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, കുറച്ച് ആഴ്ചകളായി നാം അള്ളാഹുവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ചും അവൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചും ഖുതുബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഗൈബിയാണ്, അത് നമുക്കറിയാം. അദൃശ്യമാർഗത്തിലാണ് നാം അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസവും ഗൈബിയാണ്. സത്യവിശ്വാസികളുടെ മെച്ചമായി, മുത്തഖീങ്ങളുടെ മെച്ചമായി അള്ളാഹു പറയുന്നത് യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ മാർഗത്തിൽ അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാകുന്നു. അദൃശ്യമായ വിഷയമായതിനാൽ ദുനിയാവിലെ പരീക്ഷണശാലയിൽ ഗവേഷണം നടത്തി മനസ്സിലാക്കാവുന്ന വിഷയങ്ങളൊന്നും തന്നെ അതിലില്ല. നമ്മുടെ പരീക്ഷണശാലയിൽ ലബോറട്ടറിയിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സംഗതികളൊന്നും തന്നെ അതിലില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ, പരലോകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ, പരിശുദ്ധ ഖുർആനിലൂടെയും വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ വിശദീകരണത്തിലൂടെയും മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ നിർവാഹമുള്ളൂ. എന്നാൽ കാരുണ്യവാനായ തമ്പുരാൻ അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ അവരുടെ ഈമാനിനെ ബലപ്പെടുത്തുന്ന, അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന പ്രത്യക്ഷമായ തെളിവുകളും അള്ളാഹു മനുഷ്യന് നൽകുന്നു. മറ്റു വിഷയങ്ങളിൽ നാം നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ അള്ളാഹുവിന്റെ സത്യയെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ചും മഹത്വത്തെ സംബന്ധിച്ചും ഒക്കെ ഖുർആനിൽ നിന്ന് മാത്രം, പ്രവാചക വിശദീകരണങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കും. എന്നാൽ ആ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, പ്രത്യക്ഷമായ, കണ്ണുകൊണ്ട് കാണാവുന്ന, കാതുകൊണ്ട് കേൾക്കാവുന്ന, തൊട്ടറിയാവുന്ന, അനുഭവിച്ചറിയാവുന്ന പ്രത്യക്ഷമായ തെളിവുകളും അള്ളാഹു നിരത്തുന്നു. മനുഷ്യനെ സംബന്ധിച്ച്, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ച് ഏറെ സമാധാനവും ആശ്വാസവും നൽകുന്നതാണത്. അത് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്, കാതുകൊണ്ട് കേൾക്കാവുന്നതാണ്, തൊട്ടറിയാവുന്നതാണ്, അനുഭവിക്കാവുന്നതാണ്. അത് വിശ്വാസിയുടെ ഈമാനിനെ ബലപ്പെടുത്തുന്നു. അത്തരം ചില ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരിലും മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലും അല്ലാഹു നിറച്ചിരിക്കുന്നു. ആകാശം അതിൻ്റെ ദൃഷ്ടാന്തമാണ്, ഭൂമി അതിൻ്റെ ദൃഷ്ടാന്തമാണ്, ഭൂമിയിലെ സർവചരാചരങ്ങളും അതിൻ്റെ ദൃഷ്ടാന്തമായി തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിലും അള്ളാഹു റബ്ബിനെ സംബന്ധിച്ച ദൃഷ്ടാന്തങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ചിന്തിക്കുന്ന, ബോധമുള്ള മനുഷ്യനെ സംബന്ധിച്ച്, ഹക്കും ബാത്തിലും വേർതിരിച്ച് അറിഞ്ഞ് ചിന്തിക്കാവുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഗൈബിയായ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണ്. അനേകം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഇപ്പോൾ വർത്തമാന സാഹചര്യത്തിൽ കാലികമായി നാം അനുഭവിക്കുന്ന ഒരു ദൃഷ്ടാന്തത്തെപ്പറ്റി ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. മഴ. കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പറയുന്നു കാലവർഷം ആരംഭിച്ചിരിക്കുന്നു എന്ന്. ജൂണിൻ്റെ ആരംഭത്തിലോ അല്പം കഴിഞ്ഞൊക്കെ ആരംഭിക്കുന്ന കാലവർഷം ഈ വർഷത്തിൽ, ഈ കൊല്ലത്തിൽ നേരത്തെ ആരംഭിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ആ മഴയെ സംബന്ധിച്ച്, ആകാശത്തു നിന്ന് വർഷിക്കപ്പെടുന്ന മഴയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി അവതരിപ്പിക്കുന്നു.
മഴ നമുക്ക് കാണാവുന്നതാണ്, ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്, ആ വെള്ളത്തിലാണ് നാം കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിക്കുന്നവർ നമ്മളാണ്. അവന്റെ ഗുണദോഷങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ആ മഴ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വമിൻ ആയാതിഹി യുരീകുമുൽ ബർക ഖൗഫൻ വതമആ. വമിൻ ആയാതിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് യുരീകുമുൽ ബർക, ഇടിമിന്നലിനെ നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരുന്നു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ഖൗഫൻ വതമഅ, ഒരു ഭയപ്പാടോടുകൂടിയും വതമഅ, പ്രത്യാശയോടുകൂടിയും. ഇടിമിന്നലുണ്ടാവുമ്പോൾ, ഇടിവെട്ട് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടും മനുഷ്യര്, കണ്ണൊന്ന് ചിമ്മും, ഒരു ഭയപ്പാടുണ്ടാക്കും. ഒപ്പം അള്ളാഹുവിന്റെ കാരുണ്യമായ മഴ വരാൻ സാധ്യതയുണ്ട് എന്ന പ്രത്യാശയും മനുഷ്യന് നൽകുന്നു. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്. യുരീകുമുൽ ബർക, ഇടിമിന്നലിനെ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഖൗഫൻ, ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിൽ, വതമഅൻ, പ്രത്യാശകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ, വയുനസ്സിലു മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കുന്നു. വയുഹ്യീ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ഭൂമിയെ അള്ളാഹു അത് മുഖേന ജീവിപ്പിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യഅഖിലൂൻ, നിശ്ചയമായും ചിന്തിക്കുന്ന മനുഷ്യർക്ക്, ജനതയ്ക്ക് ഏറെ ദൃഷ്ടാന്തങ്ങൾ ഇക്കാര്യത്തിലുണ്ട്, മഴയുടെ കാര്യത്തിലുണ്ട്. കാലവർഷം ആരംഭിക്കാൻ വൈകുകയോ വെള്ളമില്ലാതിരിക്കുകയോ വെള്ളം അധികമായി ചെയ്യുമ്പോഴൊക്കെയും ഇതിനെ സംബന്ധിച്ച് വിശ്വാസികളായ നമ്മൾ പോലും ചിന്തിക്കാറുണ്ടോ സഹോദരങ്ങളെ? റബ്ബിന്റെ ദൃഷ്ടാന്തമാണിത്. ഇത് വൈബിയായൊരു വിഷയമല്ല. നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന, ഗുണമായോ ദോഷമായോ ഒക്കെ അനുഭവിക്കുന്ന ഒരു വിഷയം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനുഷ്യര് ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നത് താപനില വർദ്ധിക്കുന്നു, ആഗോള താപനം വർദ്ധിക്കുന്നു, പള്ളിയിൽ പോലും ഇരിക്കാനാവുന്നില്ല, ചൂട് താങ്ങാനാവുന്നില്ല. അല്പ ദിവസങ്ങൾക്ക് ശേഷം തണുത്ത കാറ്റ് വീശിയപ്പോൾ നമ്മുടെ ഫാനിനേക്കാൾ, നമ്മുടെ AC-യേക്കാൾ സുഖശീതളമായൊരു അന്തരീക്ഷം, തണുത്തൊരു കാറ്റ് പടിഞ്ഞാറ് നിന്ന് വീശിയപ്പോൾ ആ സുഖശീതയോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നൊരവസ്ഥ വന്നില്ലേ സഹോദരങ്ങളെ? അപ്പൊ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഒരു ഞെട്ടി വിറക്കലുണ്ടാകും. സത്യമാണത്, വസ്തുതയാണോ? ഒപ്പം മഴ പെയ്തേക്കാം. നമ്മുടെ കാരണന്മാരൊക്കെ പറയാറില്ലേ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ മഴ പെയ്യാൻ, ഇടി കൊടുക്കുന്നുണ്ട്, മഴ പെയ്തേക്കാം. പ്രത്യാശയാണത്, പ്രതീക്ഷയാണത്. നിങ്ങൾക്ക് അല്ലാഹു ഇടിമിന്നലെ കാണിച്ചു തരുന്നത് ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും. എന്നിട്ട് അല്ലാഹു ആകാശത്തു നിന്ന് വെള്ളത്തെ ഇറക്കുന്നു. അതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഏറെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞത്. സഹോദരങ്ങളെ, ദാഹിച്ച വലഞ്ഞ നാം വീട്ടിലേക്ക് ഓടിക്കയറി തണുത്തതോ ചൂടുള്ളതായ വെള്ളം കുടിക്കാറില്ലേ? എപ്പോഴെങ്കിലും ഈ വെള്ളത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊരു പങ്കാണ് ഈ വെള്ളത്തിൽ നമുക്കുള്ളത്, നമ്മുടെ മാതാപിതാക്കുള്ളത്, നമ്മുടെ പൂർവികർക്കുള്ളത്. നാം ദാഹത്തിന് വെള്ളം കുടിക്കുന്നു, എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. തണുപ്പിച്ചതോ തണുത്തതോ അല്ലെങ്കിൽ ചൂടുള്ളതോ ഓരോരുത്തരുടെ സൗകര്യം പോലെ ആ വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ വെള്ളത്തിൻ്റെ പിറകിലുള്ള വസ്തുത, ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ വിശ്വാസികൾ പോലും തയ്യാറാവാറുണ്ടോ? പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ മനുഷ്യരോട് ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്, മനുഷ്യരോടുള്ള ചോദ്യമാണ്, വിശ്വാസികളോട് പ്രത്യേകിച്ചുള്ള ചോദ്യമാണ്. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെറും വെള്ളത്തെ പറ്റിയല്ല, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി, കാർമേഘത്തിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കിയത് നിങ്ങളാണോ? നമ്മോടാണ്, കുടിക്കുന്ന നമ്മോടാണ്, വെള്ളം കുടിക്കുന്ന നമ്മോടാണ് അല്ലാഹുവിന്റെ ചോദ്യം. നിങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം നിങ്ങളാണോ ഇറക്കിയത്? തൊട്ട് ചേർന്ന് കുറച്ച് ചോദ്യമുണ്ട്. നിങ്ങളെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, നിങ്ങളുടെ പിതാവുണ്ടല്ലോ, അവർക്കെന്തെങ്കിലും പങ്ക്? ഈ വെള്ളം, നിങ്ങളുടെ കുളത്തിലും കിണറിലുമുള്ള വെള്ളം ഉണ്ടാകുന്നതിൽ നിന്നെ പ്രസവിച്ച മാതാവിനോ നിന്റെ പിതാവിനോ എന്തെങ്കിലും പങ്ക്? അല്ല, പൂർവികർ, വെല്ലിപ്പ മുന്നോട്ട് പോവുക,
ആ പൂർവികരായ ഏതെങ്കിലും മനുഷ്യർക്ക് ഈ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വല്ല പങ്കുണ്ടോ? അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ കാർമേഘത്തിൽ നിന്ന് വെള്ളമിറക്കിയത്? അതല്ല, നാം ആണോ? അള്ളാഹുവിന്റെ ചോദ്യം. അള്ളാഹു ആണോ ആ വെള്ളമിറക്കിയത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആകാശത്തു നിന്ന് ഇറക്കുന്ന വെള്ളത്തെ ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. ഏറ്റവും കൂടുതൽ നീരാവിയായി വെള്ളമുയരുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ്. നദികളെക്കാൾ കൂടുതൽ, കായലുകളെക്കാൾ കൂടുതൽ, കുളങ്ങളെക്കാൾ കൂടുതൽ, ഈ കരയേക്കാൾ 2 ഇരട്ടി വലുപ്പമുള്ള സമുദ്രമാണ് നമുക്കറിയാം. ഈ ഭൂമി 2 ഭാഗം കടലും 1 ഭാഗം മാത്രമാണ് കര. ആ ഭൂമിയുടെ ഇരട്ടിയിലുള്ള സമുദ്രത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം നീരാവിയായി ആകാശത്തേക്ക് ഉയരുന്നത്. അള്ളാഹു പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ പെയ്യുന്ന മഴയെ ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ഫലൗലാ തശ്കുറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ റബ്ബിന് ശുക്ർ കാണിക്കാത്തത്? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ റബ്ബിന് ശുക്ർ ചെയ്യാതിരിക്കാൻ നമുക്കാവില്ല. ആരോടാണ് ഈ ചോദ്യം സഹോദരങ്ങളെ? 12 രൂപക്ക്, 13 രൂപക്ക്, 15 രൂപക്ക് ഒരു കുപ്പി വെള്ളം വില കൊടുത്ത് വാങ്ങാൻ തയ്യാറുള്ള നമ്മോട് റബ്ബിന്റെ ചോദ്യം. വെറും പച്ചവെള്ളം, ഒരു കുപ്പി വെള്ളം 13 14 രൂപക്ക് വാങ്ങിക്കുടിക്കാൻ തന്റെ ഇടം കാണിക്കുന്ന നമ്മോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കുന്നില്ലേ? അള്ളാഹു നൽകിയ വെള്ളത്തിന് അള്ളാഹ് വില വിടുകയായിരുന്നുവെങ്കിൽ, വില നിശ്ചയിക്കുമായിരുന്നെങ്കിൽ ഏതൊരു മനുഷ്യനാണ് ആ വില കൊടുത്തു വീട്ടാൻ? ആയുസ്സിൽ റബ്ബിറക്കി തന്ന വെള്ളത്തിന്റെ വില കൊടുത്തു വീട്ടാൻ എന്നാണ് സാധ്യമാവുക? ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളം കുടിക്കുന്ന നമ്മൾ, കുളിക്കുന്ന നമ്മൾ, കഴുകുന്ന നമ്മൾ, നമ്മുടെ കാലികളെ കുടിപ്പിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും ഇതിന്റെ വില? ഇടക്കൊക്കെ പത്രത്തിലൂടെ വായിക്കും നമ്മൾ, വടക്കേ ഇന്ത്യയിൽ കൊടിയ ചൂട്, കുടിവെള്ളം കിട്ടാനില്ല, കാലികളും മനുഷ്യരും ചെളിവെള്ളത്തിന് ശണ്ട കൂടുന്നു, കന്നുകാലികളും മനുഷ്യരും കെട്ടി നിൽക്കുന്ന ചെളിവെള്ളത്തിന് വേണ്ടി ശണ്ട കൂടുന്നു. ബാത്റൂമിൽ ഉപയോഗിച്ച വെള്ളം വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന മനുഷ്യര് ഇന്ത്യ രാജ്യത്ത് തന്നെയുണ്ട് സഹോദരങ്ങളെ. ബാത്റൂമിൽ ഉപയോഗിച്ച വെള്ളം വീണ്ടും ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ള നമ്മൾ എപ്പോഴെങ്കിലും ഈ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒതു എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആ ഓർമ്മയുണ്ടെങ്കിൽ ടാപ്പ് ഫുള്ളായിട്ട് തുറക്കാൻ നമുക്ക് സാധിക്കുമോ? അകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പോലും ശല്യം തോന്നാവുന്ന ശബ്ദത്തിൽ ഈ ഒന്നെടുക്കുമ്പോൾ ആവശ്യത്തിന് തന്നെ അത്ര തുറന്നാൽ മതിയല്ല വെള്ളം. അതിനിടയ്ക്ക് സംസാരിക്കും, അപ്പോഴും പോവും. തല തടവുമ്പോഴും ടാപ്പ് തുറന്നു കൊടുക്കായിരിക്കും, ചെവി തടവുമ്പോഴും ടാപ്പ് തുറന്നു കൊടുക്കായിരിക്കും, കാലരച്ചു കൊണ്ടിരിക്കുമ്പോഴും ടാപ്പ് തുറന്നു കൊടുക്കായിരിക്കും. ഈ വെള്ളത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ മഴ? കാലവർഷം നമ്മുടെ നാട്ടില്, കേരളത്തില് കൃത്യമായും നിശ്ചയമായും ഒരു കാലാവസ്ഥ, ഒരു സംവിധാനം, ഒരു മഴയുടെ ചക്രം രൂപപ്പെടുന്നുണ്ട്. ഇതിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾക്ക് പങ്കില്ല. കാലാവസ്ഥ പ്രവചിക്കുന്ന ശാസ്ത്രകാരന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നമ്മുടെ ഭരണകർത്താക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹ് ചോദിക്കുന്നു, ഫലൗലാ തശ്കുറൂൻ, എന്തുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ റബ്ബിന് നന്ദി കാണിക്കുന്നില്ല? ഈ മഴ റബ്ബിന്റെ പ്രത്യക്ഷമായ ദൃഷ്ടാന്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ വെറുതെ മഴ ഉണ്ടാവില്ല സഹോദരങ്ങളെ. കേരളത്തിലെ ഈ മഴ ആയിരക്കണക്കിന് നാഴിക അപ്പുറത്ത് രൂപപ്പെടുന്ന അന്തരീക്ഷ രീതി സ്വാധീനിക്കപ്പെടുന്നതാണ് ഈ മഴ പോലും. നമ്മുടെ കൊച്ചു കേരളത്തിൽ പെയ്യുന്ന മഴ പോലും ലോക പ്രതിഭാസം, ചൂടിന്റെ അവസ്ഥ, വാതകങ്ങളുടെ, കാറ്റിന്റെ ഗതി, എല്ലാ അവസ്ഥകളും പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ പോലും പെയ്യുന്ന മഴ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രാദേശികമായിട്ട് ഈ മഴയെ മനസ്സിലാക്കേണ്ടതില്ല. എങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നത്. ഏകവചനല്ലട്ടാ, രീഹെന്നല്ല, റിയാ, കാറ്റുകളെ അയക്കുന്നവൻ അള്ളാഹുവാണ്. ആ കാറ്റ് മുഖേന അള്ളാഹു മേഘങ്ങളെ ഇളക്കി വിടുന്നു. എന്നിട്ട് അള്ളാഹു അതിനെ പരത്തുന്നു. ആകാശത്തിൽ
വ്യാപിപ്പിക്കുന്നു അല്ലാഹു. കാറ്റിനെ അയച്ചുകൊണ്ട് മേഘത്തെ ഇളക്കി വിടുന്നു അല്ലാഹു. എന്നിട്ട് ആകാശത്ത് മേഘത്തെ പരത്തുന്നു. കൈഫ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ. നമ്മൾ പറയും ഇപ്പൊ പെയ്യുന്നു, പെയ്യണമെന്നില്ല, ഇനി മഴ പെയ്യാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമ്മൾ പറയും. ഉടനെ കോരിച്ചൊരിയുന്ന മഴ പെയ്തേക്കാം. ഇപ്പോൾ പെയ്യുമെന്ന് കരുതുന്ന സന്ദർഭത്തിൽ അത് നീങ്ങിപ്പോയേക്കാം. എല്ലാം റബ്ബിന്റെ നിശ്ചയം അനുസരിച്ച് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെയാണ് കാർമേഘത്തെ അള്ളാഹു ആകാശത്തിൽ നിരത്തുന്നത്. പിന്നീട് അള്ളാഹു അതിനെ കഷ്ണമാക്കുന്നു. മേഘത്തിന്റെ ഇടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറത്തു വരുന്നത് താങ്കൾക്ക് കാണാം. ആ മഴ രൂപപ്പെടുന്ന ഒരു അവസ്ഥയുടെ കൃത്യമായ ഒരു വിവരണമാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനി നൽകിക്കൊണ്ടിരിക്കുന്നത്. മഴ രൂപപ്പെടുന്നത് അങ്ങനെ വെറുതെ മഴ ഉണ്ടാവില്ല. ഈ നീരാവി മാത്രമാണോ മഴ? അല്ല, ഈ നീരാവിയേക്കാൾ എത്രയോ ഇരട്ടി ആകാശ സമുദ്രത്തിൽ നിന്ന് തന്നെയാണ്. ആകാശ സമുദ്രത്തിൽ നിന്നെയാണ്. സഹീഹായ ഹദീസിലുണ്ട്, 7 ആകാശങ്ങൾക്ക് മീതെ ഒരു മഹാസമുദ്രമുണ്ട്. ആ സമുദ്രത്തിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശ്. ആ അർശിന്റെ മീതെയാണ് നിങ്ങളുടെ നാഥൻ. അല്ലാഹു എവിടെയെന്ന് ചോദിച്ചില്ലേ? ഫിസ്സമാ, അവൻ ഉപരിയിലാണ്, ഉന്നതിയിലാണ് റബ്ബ്. അല്ലാഹു എവിടെ? അല്ലാഹു ഉന്നതിയിലാകുന്നു. 7 ആകാശങ്ങൾക്ക് മുകളിൽ ഒരു മഹാസമുദ്രമാണ്. ആ വെള്ളത്തിന്റെ മീതെയാണ് അർശ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ. വെള്ളത്തിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. സഹീഹായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. ആ വെള്ളത്തിനും സമുദ്രത്തിനും മീതെയാണ് റബ്ബിന്റെ അർശുള്ളത്. ആ അർശിലാണ് അല്ലാഹു ഉള്ളത്. അതിന്റെ ഉപരിയിലാണ് അല്ലാഹു ഉള്ളത്. അപ്പോ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നു എന്ന് തന്നെയാണ് മഴയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ കാലാവസ്ഥാ പഠനം നടത്തുമ്പോൾ മഴ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ, അനുകൂലനങ്ങൾ, ഏതെങ്കിലും ഒരു സാഹചര്യം പോരാ, അനേകം അനുകൂലനങ്ങളുടെ സമ്മിശ്രമായ സമ്മേളനത്തിലൂടെ മാത്രമേ മഴ രൂപപ്പെടുകയുള്ളൂ. കാർമേഘം കണ്ടതുകൊണ്ടും മഴ പെയ്യണമെന്നില്ല. ചില മേഘങ്ങളെല്ലാം വന്ധ്യമേഘങ്ങളായിരിക്കും. ഖുർആൻ തന്നെ പറഞ്ഞു, ആളുകൾ കൈകൊട്ടിച്ചിരിക്കുന്നു, ആനന്ദിക്കുന്നു, ഇതാ മഴ പെയ്യാൻ പോകുന്നു. അത് വന്ധ്യമേഘങ്ങളായിരുന്നു. ഒരു തുള്ളി പോലും വെലത്തെ ഗർഭം ധരിക്കാത്ത, ഒരു തുള്ളി ജലത്തെ ഗർഭം ധരിക്കാത്ത വന്ധ്യമേഘങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആവണമെന്നില്ല. അനേകം അനുകൂലനങ്ങൾ സമ്മിശ്രമായി. ആരാണ് ഇതിന്റെ നിയന്ത്രണം? നമുക്കില്ല, ശാസ്ത്രന്മാർക്കില്ല, ഭരണകർത്താക്കൾക്കില്ല. പിന്നെ ആര്? മൃഗങ്ങളോ പക്ഷികളോ? ആരാണ് ഇതിനെ രൂപപ്പെടുത്തുന്നത്? വമിൻ ആയാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ കാണാതെ റബ്ബിൽ വിശ്വസിച്ചില്ലേ? നിങ്ങൾ പരലോകം കാണാതെ പരലോകത്തിൽ വിശ്വസിച്ചില്ലേ? നിങ്ങളുടെ ഈമാനിനെ ബലപ്പെടുത്തുന്ന, നിങ്ങൾക്ക് കാണാവുന്ന തെളിവ് ഖുർആൻ പറയുന്നു, മഴ, ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ റബ്ബിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാകുന്നു. സൂറത്ത് നൂറിലെ ഒരു വിവരണമുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രന്മാരെ അത്ഭുതപ്പെടുത്തിയ ഒരു വിവരണമാണത്. മുസ്ലിങ്ങളല്ലാത്ത ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ ഖുർആനിലെ ഒരു വിവരണമുണ്ട്. സൂറത്ത് നൂറിലെ 43-ാമത്തെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അലന്തറ അന്നല്ലാഹ യുജ്സി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജലു റുകാമാ. അലന്തറ, നീ കണ്ടില്ലേ? അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുജ്സി സഹാബൻ, കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നത്, കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നത് നീ കണ്ടിട്ടില്ലേ? സുമ്മ യുഅല്ലിഫു ബൈനഹു, മേഘങ്ങളെ കൂട്ടിയിണക്കുന്നു അല്ലാഹു. ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ പദപ്രയോഗങ്ങൾ. ആ കാലാവസ്ഥ, മഴ എങ്ങനെ രൂപീകരണം സംഭവിക്കുന്നു എന്ന് സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ഖുർആന്റെ പ്രയോഗം നോക്കൂ. കാർമേഘങ്ങളെ ഇണക്കി കൂട്ടിയോജിപ്പിക്കുന്നു അല്ലാഹു. സുമ്മ യജഅലു റുകാമ, എന്നിട്ട് അതിനെ കട്ടിയാക്കുന്നു, അട്ടിയാക്കി ഘനീഭവിപ്പിക്കുന്നു. ഘനീഭവിക്കണ്ടേ? മേഘം തണുത്ത കാറ്റ് വീശി അതിനെ ഉറഞ്ഞ് അതിൽ നിന്ന് മഴത്തുള്ളി പുറത്തു വരണം. വെറുതെ മേഘങ്ങളിൽ നിന്ന് വെള്ളം പുറത്തു വരില്ല, വെറുതെ മഴയുണ്ടാവില്ല. ഖുർആന്റെ പ്രയോഗം നോക്കൂ. സുമ്മ യജഅലുഹു റുകാമ, അതിനെ അട്ടിയാക്കി കട്ടിയാക്കി
ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി, അപ്പോൾ നിനക്ക് കാണാം മഴത്തുള്ളികൾ അതിന്റെ ഇടയിൽ നിന്ന് പുറത്തു വരുന്നു. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ, മാത്രമല്ല പർവ്വത സമാനമായ മേഘങ്ങൾക്കിടയിൽ നിന്ന് ഐസ് കട്ടകളും അവൻ വീഴ്ത്തുന്നു, ആലിപ്പഴങ്ങൾ പൊഴിക്കുന്നു. ഹിമപാതമുണ്ട്, നമുക്കറിയാം. അത് കാശ്മീരിലൊക്കെ ഇടക്ക് പത്രത്തില് ടിവിയിലൊക്കെ നമ്മൾ വാർത്ത കാണുന്നു, വായിക്കുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിപ്പോയി മഞ്ഞു വീഴ്ച കാരണമായി. ഗൾഫിലും ചില സമയത്ത്, മറ്റു പല രാജ്യത്തും പല സമയത്തും ഉണ്ടാവും. അല്ലാഹു പറയുന്നു, പർവ്വത സമാനമായ മേഘങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹു ആലിപ്പഴം പൊഴിപ്പിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് ബാധിക്കുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ആ മഞ്ഞുകട്ട പൊഴിയൽ മുഖേന ദോഷകരമായി ബാധിക്കും. അത് നമ്മൾ വായിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിപ്പോയി. ചിലപ്പോൾ റോഡ് സഞ്ചാരയോഗ്യമാകണമെങ്കിൽ ഐസ് കട്ടകൾ കോരി മാറ്റിയാലേ പിന്നാലെ കോൺവേ ആയിട്ട് വാഹനങ്ങൾ പോകുള്ളൂ. ഗവൺമെന്റ് അതിന് ഉള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ വന്ന് റോട്ടിൽ നിന്ന് ഐസ് കട്ടകൾ കോരി മാറ്റി പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും മഞ്ഞ് നിറയും. അല്ലാഹു പറയുന്നു ഖുർആനിൽ, ആലിപ്പഴം പൊഴിക്കും അവൻ ഉദ്ദേശിച്ചവർക്ക് അത് ബാധിക്കും. അതുപോലെ വയസ്രിഫുഹു അമ്മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്ന് ആ ദോഷത്തെ അള്ളാഹു മാറ്റിയെടുക്കുകയും ചെയ്യും. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സ്വാർ, ആ മിന്നലിന്റെ പിണരുകളുണ്ടല്ലോ കണ്ണുകളെ റാഞ്ചിയെടുക്കാറായിട്ടുണ്ട്. അള്ളാനെ കാണുന്നില്ല, അള്ളാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മിന്നലുണ്ടാകുമ്പോൾ കണ്ണ് പൂട്ടിക്കളയുന്നു. സനാ ബർഖിഹി ബിൽ അബ്സാർ, ആ മിന്നലിന്റെ പിണരുകൾ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കാൻ മാത്രമായിട്ടുണ്ട്. ആ മിന്നൽ പിണറിനെ താങ്ങാൻ കരുത്തില്ലാത്ത മനുഷ്യൻ, മൂസല്ലിന്റെ ഒരു ടോർച്ചിന്റെ വെളിച്ചം താങ്ങാൻ കരുത്തില്ലാത്ത കണ്ണുള്ള മനുഷ്യൻ, ഒരു കണ്ണാടി വെയിലത്ത് പിടിച്ച് മുഖത്തെ കടിച്ചാൽ താങ്ങാൻ കെൽപ്പില്ലാത്ത കണ്ണുള്ള മനുഷ്യൻ റബ്ബിനെ കണ്ടില്ല, അള്ളാനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കാണാത്തതിൽ വിശ്വസിക്കില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നാഥാ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം. അള്ളാഹുവിന്റെ റസൂലായ മൂസാ നബി അലൈഹിസ്സലാം, നാഥാ നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരണം. അള്ളാഹു പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ലല്ലോ മൂസ, സാധിക്കാത്തൊരു കാര്യമാണല്ലോ നീ ആവശ്യപ്പെടുന്നത്. ദുനിയാവിൽ നിന്ന് ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല. എങ്കിലും നിന്റെ ഒരു ആഗ്രഹമല്ലേ, അങ്ങോട്ടൊന്ന് പർവ്വതത്തിലേക്ക് നോക്കൂ. ആ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാം. പക്ഷേ ആ പർവ്വതം തവിടുപൊടിയായി തീർന്നു. ഫഖറ മൂസ സഇഖാ, പരിശുദ്ധ ഖുർആൻ പറയുന്നു മൂസ ബോധരഹിതനായി വീണുപോയി. ആ പർവ്വതം പൊടിയായി തകർന്നു വീണു. അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. ആ കാണാത്ത അള്ളാഹുൽ ഗൈബിയായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന, കാതുകൊണ്ട് കേൾക്കാവുന്ന, തൊട്ടറിയാവുന്ന, രുചിച്ചറിയാവുന്ന, മണക്കാവുന്ന, അനുഭവിക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിലാകമാനം റബ്ബ് നിഷ്പന്നമാക്കിയിരിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, ഹക്കും ബാത്തിലും വേർതിരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ആ തെളിവുകൾ റബ്ബിന്റെ തെളിവുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾക്കതിന്റെ പിന്നിൽ നിങ്ങളുടെ പ്രവർത്തനമല്ല അതിന്റെ പിന്നിലെങ്കിൽ, മാതാപിതാക്കളുടെ പ്രവർത്തനമല്ല, ഭരണകർത്താക്കളുടെ പ്രവർത്തനമല്ല, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരുടെ പ്രവർത്തനമല്ല എങ്കിൽ പിന്നാര്? അതാണ് റബ്ബ്, അതാണ് അള്ളാഹു, അവനാണ് അള്ളാഹു എന്ന് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുക, ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക. അള്ളാഹുവിലും പരലോകത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. പ്രിയ സഹോദരങ്ങളെ, വെള്ളം അമൂല്യമാണ്, വളരെ വില പിടിച്ചതാണ് ഈ വെള്ളം. അതുകൊണ്ട് വളരെ സൂക്ഷ്മത വെള്ളം ഉപയോഗിക്കുന്നിടത്ത് പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കണം.
ഒരിക്കലും വെള്ളത്തെ പാഴാക്കി കളയരുത്. കാരണം നമുക്കുണ്ടാക്കാൻ കഴിയില്ല. എത്ര കാശ് സ്വർണം അട്ടിട്ടാലും ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതാ നോട്ടിന്റെ അട്ടി കെട്ടി വെച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദാഹിച്ചു വഴിയില് വെള്ളം കിട്ടാത്ത ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ട്, സ്വർണ്ണുണ്ട്, ദാഹം മാറില്ല. വെള്ളം തന്നെ വേണ്ടേ, ഉണ്ടാക്കാൻ കഴിയില്ല. ആ വെള്ളം, ജീവന്റെ നിലനിൽപ്പ് വെള്ളത്തിലാണ്. എല്ലാ ജീവനെയും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജീവനുള്ള വസ്തുവിനെയും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാകുന്നു. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. സയൻസിൽ അങ്ങനെ തന്നെ പഠിക്കുന്നു നമ്മൾ. സയൻസിൽ നിന്ന് നമ്മൾ അങ്ങനെ പഠിക്കുന്നു. എന്ത്? ജീവൻ രൂപപ്പെട്ടത് വെള്ളത്തിൽ നിന്നാകുന്നു. അള്ളാനെ മാത്രം അവർ സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതി എന്നൊക്കെ ഇടയ്ക്ക് പറയും, പ്രകൃതിയുടെ പ്രതിഭാസം എന്നൊക്കെ പറയും. അള്ളാന്ന് പറയാന്ന് മാത്രം അവർക്ക് വിഷമം ഉണ്ടാവുള്ളൂ. കിബിറ് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിബിറ് സമ്മതിക്കുന്നില്ല, അള്ളാഹു എന്ന് പറയാൻ കിബിറ് സമ്മതിക്കാത്തത് കൊണ്ട് വേറെ പേരിട്ടൊക്കെ വിളിക്കും. പ്രകൃതിന്നാ, പ്രകൃതിയുടെ കളിയെന്നോ പ്രകൃതിയുടെ വിനോദമെന്നോ പ്രതിഭാസമെന്നൊക്കെ ഇങ്ങനെ പറയും. അന്ന് പറഞ്ഞത് ഇത് വികൃതിയല്ല, പ്രതിഭാസമല്ല, കൃത്യമായ നിയന്താവായ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ നിയന്ത്രണത്തിലാണ് ഈ സംഗതികളെല്ലാം. പിന്നെ ഖുർആൻ പറഞ്ഞു വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുമിനൂൻ. ഈമാനിനെ തട്ടുണർത്തിക്കൊണ്ട് തന്നെ റബ്ബ് ചോദിക്കുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അഫലാ യുമിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലേ? ഇത് പറയുന്നു. ഇത് പറഞ്ഞ ശാസ്ത്രജ്ഞനുണ്ടല്ലോ, അയാൾ വിശ്വസിക്കാൻ തയ്യാറല്ല. വെള്ളത്തിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി എന്ന് തെളിയിക്കാൻ തയ്യാറുള്ള ശാസ്ത്രത്തിന്റെ ആളുകൾക്ക് ആ സൃഷ്ടിച്ച റബ്ബിൽ വിശ്വസിക്കാൻ അവൻ തയ്യാറല്ല. അഫലാ യുമിനൂൻ, അല്ലാഹു ചോദിക്കുന്നു, അവർ വിശ്വസിക്കുന്നില്ലേ എന്ന്. അപ്പോ കാറ്റ് വീശുമ്പോ അത് ഖുർആന്റെ പ്രയോഗം തന്നെ, റബ്ബിന്റെ കാരുണ്യത്തിന്റെ പൈലറ്റാണത്. ബുശ്റം ബൈന യദൈ റഹ്മത്തിഹി എന്നാണ് ഖുർആന്റെ പ്രയോഗം. കാറ്റ് വീശുമ്പോ അത് അനുഗ്രഹം, റബ്ബിന്റെ അനുഗ്രഹം, കാരുണ്യം ഇതാ വരാൻ പോകുന്നു. ആ കാറ്റ്, അവിടൊക്കെ ഖുർആൻ ഏകവചനം ഉപയോഗിച്ചിട്ടില്ല. ഏകവചനം ഉപയോഗിച്ചിടത്തെല്ലാം ശിക്ഷയുടെ കാറ്റായിട്ടാണ് ഖുർആൻ. ജീഹൻ സർസറ എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് തുടർച്ചയായി വീശിയ കാറ്റിനെ സംബന്ധിച്ച് ശിക്ഷയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള പല സമൂഹങ്ങളെയും കാറ്റിലൂടെ റബ്ബ് ശിക്ഷിച്ചിട്ടുണ്ട്, കൊടുങ്കാറ്റിലൂടെ. അവിടെ ഖുർആൻ ഉപയോഗിക്കുന്നത് ഏകവചനമാണ്, റീഹ്. ഇവിടെ അനുഗ്രഹത്തിന്റെ പ്രയോഗത്തിന്റെ സന്ദർഭത്തിലെല്ലാം ബഹുവചനം ഉപയോഗിക്കുന്നു. കാരണം ഒരു കാറ്റ് കൊണ്ട് മഴ ഉണ്ടാവില്ല. മേഘങ്ങളെ ഇളക്കി വിടാൻ ഒരു കാറ്റ്, അതിനെ പല ഭാഗത്തേക്കായി വ്യാപിപ്പിക്കാൻ മറ്റൊരു കാറ്റ്, അതിനെ ഇണക്കിച്ചേർക്കാൻ മറ്റൊരു കാറ്റ്, വീണ്ടും അതിനെ ഘനീഭവിപ്പിക്കാൻ വീണ്ടും തണുത്ത കാറ്റ്. അവിടെ ഖുർആൻ മഴയുമായി ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിടത്തെല്ലാം ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു. അരിയാഹ്, കാറ്റുകളെ അയച്ചവൻ അല്ലാഹുവാണ്. ആ കാറ്റ് വീശുമ്പോ പ്രവാചകൻ ഭയപ്പെട്ടിരുന്നു. കാറ്റ് വീശുമ്പോൾ പ്രവാചകൻ ഭയപ്പെട്ടിരുന്നു. കാരണം മുമ്പ് പല സമൂഹങ്ങളെയും റബ്ബ് കാറ്റുകൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിച്ച് വീശുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാറ്റ് വീശുമ്പോൾ നമ്മളും അത് പ്രാർത്ഥിക്കണം. കാറ്റ് വീശുമ്പോൾ കാറ്റ് ഇത്തിരി ശക്തിയായി എന്ന് കാണുമ്പോൾ പ്രവാചകൻ അസ്വസ്ഥനാവാറുണ്ട് എന്ന് ഹദീസിൽ കാണാം. നമുക്കും തന്നെ ഒരു അസ്വസ്ഥ ഉണ്ടാവില്ല. എന്തൊക്കെയാണ്, ഏത് മരമാണ് ഒടിഞ്ഞു വീഴാൻ പോകുന്നത്, എവിടെയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ. അല്ലാഹുവേ, ആ കാറ്റിന്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഖൈറ മാ ഫീഹാ, ആ കാറ്റ് ഉൾക്കൊള്ളുന്ന എന്തെല്ലാം നന്മയുണ്ടോ റബ്ബേ, ആ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ കാറ്റ് മുഖേന ഉണ്ടാകുന്ന നന്മയും ആ കാറ്റ് ഉൾക്കൊള്ളുന്ന മുഴുവൻ നന്മകളും നിന്നോട് ചോദിക്കുന്നു. വഖൈറ മാ ഉർസിലത് ബിഹി, ഏതൊരു നന്മയ്ക്ക് വേണ്ടിയാണോ റബ്ബേ നീ ആ കാറ്റിനെ അയച്ചത്, ആ നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ, ആ കാറ്റിലെ മുഴുവൻ ഷർറിൽ നിന്ന് നാഥ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വശർരി മാ ഫീഹാ, ആ കാറ്റിൽ അടങ്ങിയിട്ടുള്ള മുഴുവൻ ഷർറിൽ നിന്നും നാഥ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു.
വശരി മാ ഉർസിലത് ബിഹി, ആ കാറ്റ് ഏതൊരു നാശത്തിനു വേണ്ടിയാണോ അയച്ചത് ആ നാശത്തിൽ നിന്നും ഞാൻ റബ്ബേ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ചെറിയൊരു പ്രാർത്ഥനയാണ്. മിക്കവാറും പ്രാർത്ഥനാ ബുക്കുകളിൽ ഇതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പകർത്തിയെടുക്കാനാവും. ചെറിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. ആ കാറ്റിലെ നന്മ, കാറ്റ് ഉൾക്കൊള്ളുന്ന നന്മ, കാറ്റ് ഏതൊരു നന്മക്കാണോ അയച്ചത് ആ നന്മ അല്ലാഹുവെ ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നതോ വഅഊദു ബിക മിൻ ശർരിഹാ, ആ കാറ്റിലുണ്ടാകുന്ന നാശത്തിൽ നിന്ന് നാഥ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വശരി മാ ഫീഹാ, ആ കാറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുവരുന്ന മുഴുവൻ നാശത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വശരി മാ ഉർസിലത് ബിഹി, ഏതൊരു നാശത്തിന് വേണ്ടിയാണോ ആ കാറ്റ് അയച്ചത് ആ നാശത്തിൽ നിന്നും നാഥ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതുപോലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അപ്പോഴും ഒരു ഭയപ്പാടുണ്ടാകുമല്ലോ. പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, മഴ പെയ്തേക്കുമെന്ന സന്തോഷമുണ്ട്. എന്നാലും ഇടിമിന്നലുകളെ മനുഷ്യൻ ഭയപ്പെടുന്നു. ചിലപ്പോഴൊക്കെയും അത് അപകടകരമായി തീരാറുണ്ടല്ലോ, നമ്മൾ വായിക്കാറുണ്ടല്ലോ. അതും വളരെ കൃത്യമാണല്ലോ അള്ളാഹുവിന്റെ ഉദ്ദേശം. ഒരേ പായയിൽ ഒരു അമ്മയും കുഞ്ഞും ഉറങ്ങുന്നു, അല്ലേ? നമ്മളങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ കിടക്കപ്പായിൽ അമ്മയും കുഞ്ഞും ഉറങ്ങുമ്പോൾ ഒന്നുകിൽ കുഞ്ഞു മരിച്ചെന്നോ അമ്മക്ക് അപകടമില്ല, അമ്മ മരിച്ചെന്നോ കുഞ്ഞിന് അപകടമില്ല. ഒരേ പായയിലാണ് ഇടിമിന്നലേറ്റ്. ഇടക്കിടക്ക് നമ്മളിങ്ങനെ വായിക്കുന്നു, കാലവർഷത്തിന്റെ ആരംഭത്തിലുമൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും റസൂലുള്ളാഹി പഠിപ്പിച്ചു. നാഥ നിന്റെ കോപം കൊണ്ട് നീ ഞങ്ങളെ കൊല്ലരുത്. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നാഥ നിന്റെ ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ. വഅഫിനാ ഖബല ദാലിക്, അതിനു മുമ്പ് ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇടിശബ്ദം കേൾക്കുമ്പോഴോ മിന്നലുണ്ടാകുമ്പോഴോ നമ്മൾ വിശ്വാസികൾ ഈ പ്രാർത്ഥന നടത്തണം. ചിലപ്പോൾ അത് മാരകമായേക്കാം, അപകടകരമായേക്കാം. അതുകൊണ്ട് അതിന്റെ നാശത്തിൽ നിന്ന് റബ്ബിനോട് കാവലിനെ ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ തഖുൽനാ, അല്ലാഹുവേ നീ ഞങ്ങളെ കൊല്ലരുതേ. ബിഖളബിക, നിന്റെ കോപം മുഖേന നീ ഞങ്ങളെ കൊല്ലരുതേ. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിന്റെ ശിക്ഷ മുഖേന നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ. വഅഫിനാ, ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ. ഖബല ദാലിക, അതിനു മുമ്പ്. ഇനി ഏതൊരു കാറ്റ്, ഇടിവെട്ട്, മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ ഇപ്പോഴും മനഃപ്പാടമുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. എല്ലാവർക്കും അറിയാലോ. ഏതൊരു ഭയാനകമായ സന്ദർഭത്തിലും നാം എപ്പോൾ പ്രശ്നത്തിലകപ്പെടുമ്പോഴും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. എന്താണ് അതിന്റെ താല്പര്യം? നാഥ ഞാൻ നിസ്സഹായനാണ്, എനിക്കൊരു കഴിവും കരുത്തുമില്ല. നാഥ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ ശക്തിയും കരുത്തും നാഥ നിനക്ക് മാത്രമാണ്. നന്മ കൊണ്ടുവരാനും തിന്മയെ മാറ്റിയെടുക്കാനുമുള്ള മുഴുവൻ കരുത്തും നാഥ നിനക്ക് മാത്രമാണ്. അൽ അലീം, ഉന്നതനാണവൻ. അൽ അലീം, മഹാനായ അല്ലാഹുവിനല്ലാതെ യാതൊരു കഴിവുമില്ല, യാതൊരു കരുത്തുമില്ല. നമ്മൾ നിസ്സഹായരാണ്. മഴയുടെ വിഷയത്തിലും അതാണ്. മഴ, വെള്ളം കിട്ടാതെ ചിലരൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ, അല്ലേ, ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ധർണ ഇരിക്കാറുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്യണം, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വെള്ളം വരുന്നില്ല. അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ സമരം ചെയ്യാറുണ്ട്, പിക്കറ്റ് ചെയ്യാറുണ്ട്. മഴ ലഭിക്കുന്നില്ലെങ്കിൽ ഏത് ഓഫീസിന്റെ മുന്നിലാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്? മഴ വരുന്നില്ല, മഴയില്ല. ചില കൊല്ലത്തിൽ ജൂൺ 15 തീയതി മഴ ആരംഭിച്ചിട്ടില്ലേ? മഴ പെയ്യുന്നില്ല. ഏത് ഓഫീസിന്റെ മുന്നിലാ? ഇന്ത്യ ഗവൺമെന്റിന് മുന്നിലോ അന്താരാഷ്ട്ര UN ഓഫീസിന്റെ എവിടെയാണ് സമരം ധർണ നടത്തേണ്ടത്? മഴ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിസ്സഹായരാണ് നമ്മൾ. എല്ലാ കരുത്തും റബ്ബിനാണ്, റബ്ബല്ലാത്ത ഒരാൾക്കുമില്ല. സഹോദരങ്ങളെ, നന്ദികെട്ട മനുഷ്യര് ജാറത്തിലെ കൊടിയെടുത്ത് ഊരി ചുറ്റാറുണ്ട് മഴ പെയ്യാൻ. ജാറത്തിലെ കൊടിയെടുത്ത് ചെണ്ട മുട്ടിയിട്ട് ഊരി ചുറ്റും. എന്താ? മഴ പെയ്യാൻ. നന്ദികെട്ട മനുഷ്യര്. അഫലാ തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കുന്നില്ലേ എന്നുള്ള.
ഒരാൾക്ക് ഒരു ജാറത്തിലെ ഉപ്പാപ്പാക്കും ഒരു ഷെയ്ഖിനും ഒരു നിയന്ത്രണമില്ല വിഷയമല്ലാതെ സർവാധിനാഥനായ റബ്ബിന് മാത്രം അവന് നാം കീഴ്പ്പെടുക. മഴ ലഭിക്കാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ തിന്മേന്ന് ഒഴിഞ്ഞു നിൽക്കുക, ലാളിത്യം സ്വീകരിക്കുക, ആർഭാടങ്ങൾ ചുരുക്കുക, ബഹളങ്ങൾ ചുരുക്കുക, ഗാനമേളകൾ അവസാനിപ്പിക്കുക, കൊട്ടിഘോഷങ്ങളൊക്കെല്ലേ മേളപ്പെരുക്കങ്ങൾ, അത് അവസാനിപ്പിച്ച് ലളിതരാവുക, വിനീതരാവുക, റബ്ബിന്റെ കാരുണ്യത്തിനെ അർത്ഥിക്കുക, അവനിൽ സമർപ്പിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ എല്ലാവിധ കാലവർഷത്തിന്റെ കാറ്റിന്റെ ഇടിമിന്നലിന്റെ എല്ലാ നന്മകളും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിന്റെ എല്ലാ നാശത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات.